Hi guys, so welcome to Unbox video episode number 2. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന എൻ്റെ കുറച്ച് സ്കിൻ കെയർ ആൻഡ് ബോഡി കെയർ പ്രൊഡക്ട്സ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അൺബോക്സ് ചെയ്തിരുന്ന എൻ്റെ കുറച്ച് സ്കിൻ കെയർ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ മെയിനായിട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു മേക്കപ്പ് ഐറ്റംസ് ആയിരുന്നു എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ സ്കിൻ കെയർ അതുപോലെ ബോഡി കെയർ പ്രൊഡക്ട്സ് ആണ്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത്രയും ബോക്സ് ഉണ്ട് അൺബോക്സ് ചെയ്യാൻ. 1 2 3 4 5 5 ഉണ്ട്. ഈ 5-ലും കൂടുതൽ എനിക്ക് തോന്നുന്നു ബോഡി കെയർ ഐറ്റംസ് ആണെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ഒരു ബോക്സ് ആണ്. സോ ഞാൻ ഈ ഒരു ബോക്സ് ആണ് പൊട്ടിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെയായിരുന്നു, ഞാൻ കുറച്ച് വലുതെടുത്തു. അപ്പോൾ ഇത്തവണ നമുക്ക് ഈ വലുതിൽ തുടങ്ങാം. സോ ലെറ്റ്സ് അൺബോക്സ്. സോ ഗൈസ്, ഞാൻ അൺബോക്സ് ചെയ്തു. ഫസ്റ്റ് പ്രൊഡക്റ്റ് ചാടിയൊക്കെ പോന്നു. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ ഫസ്റ്റ് ഇറങ്ങി വന്ന് അതിനെ പരിചയപ്പെടുത്താം. ഇത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. സൺസ്ക്രീൻ ലോഷൻ വിഷ് കെയറിൻ്റെ. അപ്പോൾ നമ്മുടെ ബോഡിയിലൊക്കെ ഒരുപാട് ടാൻ അടിച്ചിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. മിനിമം ഒരു 1 മന്ത് യൂസ് ചെയ്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് വിഷ് കെയറിൻ്റെ തന്നെയാണ് ഞാൻ ലിപ് ബാമും യൂസ് ചെയ്യുന്നത്. അതുപോലെ വിഷ് കെയറിൻ്റെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. സോ എനിക്ക് ഈ ബ്രാൻഡ് ട്രസ്റ്റാണ്. അപ്പോൾ ഒന്നാമത്തെ പെട്ടിയിലെ ഒന്നാമത്തെ ഐറ്റം ഇതാണ്, വിഷ് കെയറിൻ്റെ ഈ ഒരു ബോഡി ലോഷൻ. നല്ല യൂസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇതിൽ വരുന്നത് 499. പക്ഷേ അത്രയൊന്നുമില്ല. ഞാൻ വാങ്ങിയ സമയത്ത് കുറച്ച് റേറ്റ് കുറവായിരുന്നു കേട്ടോ. കാരണം സെയിൽ നടക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഓർഡർ ചെയ്തതുകൊണ്ട് ഈ റേറ്റ് അല്ല, ഇതിലും കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ ഒരുമിച്ച് ഞാൻ എന്ത് ചെയ്യാം, ലിങ്ക് ഇടാം. സോ രണ്ടാമത്തെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഡോട്ട് ആൻഡ് കീയുടെ. ഞാൻ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണ്. കാരണം എൻ്റെ നല്ല ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇതെനിക്ക് ഓക്കെയാണ്. കാരണം ഭയങ്കരമായിട്ട് ഈ തണുപ്പ് സമയത്തൊക്കെ എൻ്റെ ബോഡിയും ഫേസും ഒക്കെ നല്ല രീതിക്ക് പൊരിച്ചിൽ എന്ന് പറയുമല്ലോ, ആ ഒരു സംഭവം വരാറുണ്ട്. ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഡ്രൈ സ്കിൻ ആണെന്ന് എനിക്ക് പോലും തോന്നാറില്ല. കാരണം നല്ല രീതിക്ക് മോയ്സ്ചറൈസർ ആയിട്ടിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. സോ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇതിൽ കൊടുത്തിരിക്കുന്നത് 355 ആണ്. സോറി 395 ആണ്. ഈ ഒരു റേറ്റ് ആണെന്ന് തോന്നുന്നു, കാരണം ഇതിന് അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. പൊട്ടിക്കണ്ടല്ലോ, ഈ ഒരു പെട്ടിക്കകത്ത് ഇത്രയും തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇതാണ്. പ്രത്യേകിച്ച് ഇത് ഡ്രൈ സ്കിന്നുകാർക്കാണ് കേട്ടോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം, അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് മെയിനായിട്ടും ഡ്രൈ സ്കിന്നുകാരുടെ ഒരു ബോഡി ഫേസ് ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ ഇത് ഓയിൽ സ്കിന്നുകാർക്ക് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ദെൻ അടുത്തത്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വിയർക്കുന്നു. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞാൻ അങ്ങനെ വാങ്ങിയത് ഒരു മേക്കപ്പ് ബ്രഷ്. ഇത് ആക്ച്വലി എന്താ പറയുക, സംഭവം കൊള്ളാമല്ലേ. ഓക്കെ, ഞാനിത് എങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചിരിക്കരുത് കാണിക്കാൻ വേണ്ടി. ഓക്കെ, ഇത് ആക്ച്വലി ഇതിലെന്തൊക്കെയുണ്ട്, അതായത് നമുക്ക് ഫൗണ്ടേഷനായിട്ടും അതുപോലെ ബ്രഷായിട്ടും അങ്ങനെ എന്തൊക്കെയോ യൂസ് ചെയ്യാം. സംഭവം ഇതാണ്, കണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അടിയിൽ പറ്റില്ലേ. ഓക്കെ, അടിയിലില്ല. നല്ല അടിയിലുണ്ട്. ഒരു മിനിറ്റ്. യെസ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ട് ഒറ്റ പ്രൊഡക്റ്റിൽ തന്നെ നമുക്ക് 4 യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ക്വാളിറ്റി വരുമെന്ന്. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത്രയും വരും. നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഓക്കെ, ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റും ലിങ്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാരണം ഇതിലുള്ള റേറ്റിലല്ലെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയത്. കുറച്ചും കൂടെ ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഈ ഒരു ബോക്സിൽ ഇതായിരുന്നു. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ലിപ് ലൈനറാണ് ഞാൻ വാങ്ങിയത്. ഇത് മാർസിൻ്റെ ആണ് ഒരു ലിപ് ലൈനർ. ബ്ലഡ് ബാത്ത് എന്ന് പറയണ ഷെയ്ഡാണ്.
ബ്ലഡ് ബാത്ത് 03 മാഴ്സിൻ്റെ. ഓക്കെ, ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. സാധാരണ വിഷ് കെയറിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ അവർ എന്തെങ്കിലും നമുക്കൊരു ഗിഫ്റ്റായിട്ട് തരും, ജസ്റ്റ് ഒരു ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇപ്പം കിട്ടിയത് സൺസ്ക്രീനിൻ്റെ ഒരു കുഞ്ഞി സാധനമാണ്, വിഷ് കെയറിൻ്റെ ഒരു കുഞ്ഞി സാധനം സൺസ്ക്രീൻ. ഓക്കെ, ഇതെനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. പക്ഷേ കറൻ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞ ഫോക്സിറ്റൈലിൻ്റെ ആണ്. എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ കണ്ടവർക്ക് അറിയായിരിക്കും. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്കിത് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, ദെൻ വേറൊരു ലിപ്സ്റ്റിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ലാക്മേയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇത്രയുണ്ട്. ഷെയ്ഡ് വരുന്നത് ഞാൻ ലിങ്കിൽ കൊടുത്തിരിക്കാം. ഈ ഒരു കളറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ എന്തായിരുന്നു ഓർഡർ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മ വരത്തില്ല. റെഡ് സംഗ്രിയ 05. ഓക്കെ, റെഡ് സംഗ്രിയ അങ്ങനെ അതൊന്ന് വായിക്കുന്നത്. ഓക്കെ, അതാണ് ഷെയ്ഡ് വരുന്നത്. ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. രണ്ടാമത്തത് ഈ ഒരു പെട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം. എന്താണ് ഓർഡർ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതായത് ഒരു പെട്ടി എടുക്കുമ്പോൾ അതിൽ എന്താണ് എന്ന് കൺഫ്യൂഷൻ വരുന്നു. ഞാൻ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തപ്പോൾ അതിൽ ഇത്രയും പ്രൊഡക്ട്സ് ഒരുമിച്ച് അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിച്ചില്ല. കാരണം പലതും പല പ്രൊഡക്റ്റിൻ്റെ ആണല്ലോ, പല ബ്രാൻഡിൻ്റെ ആണല്ലോ. ഓക്കെ, ഇത് ഞാൻ ആക്ച്വലി കുറേ പേര് യൂസ് ചെയ്തിട്ട്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ പേര് യൂസ് ചെയ്യുന്ന കണ്ടു. ദെൻ അങ്ങനെ എനിക്ക് വാങ്ങണം എന്ന് തോന്നി വാങ്ങിയതാണ്. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടില്ല. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൽ 3 പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു മസാജറാണ്, ഫേസ് റോളർ മസാജർ. ഇത് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, കുറേ പേര് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങളിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം, നമ്മളുടെ ഫേസ് റോളർ മസാജറാണ്. സോ ഇതാണ് സംഭവം. ഇത് പൊട്ടിക്കണ്ടല്ലോ, ഇത് ജസ്റ്റ് ഇതിലൊരു സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഈ ബോക്സിലെ. ഞാനൊരു ഹെയർ സ്കാൽപ്പ് മസാജർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു ഒരെണ്ണം, അത് കാണുന്നില്ല. സോ അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കോംബോ ഞാൻ കണ്ടത്, അങ്ങനെ വാങ്ങിയതാണ്. സാധാ ഒരു ഹെയർ സ്കാൽപ്പ് മസാജറാണ്. ഓക്കെ, ഞാൻ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ കൊടുത്തിരിക്കുക. ലിങ്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തറയപ്പോൾ കുഴപ്പമില്ല. നെക്സ്റ്റ് ഞാൻ അതിൻ്റെ കൂടെ വാങ്ങിയത് ഒരു ഐസ് റോളർ ആണ്. ഈ പൊട്ടിക്കല്ലേ, പൊട്ടിയിരിക്കും ഒരു സംഭവം. ഇത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മൾ ഫ്രിഡ്ജിൽ ഐസ്, ഇതിൽ വാട്ടർ നിറച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുക. രാവിലെ എണ്ണിക്കുമ്പോൾ ഇതൊരു ഐസ് ട്യൂബ് പോലെ ഇരിക്കും. നമുക്ക് ഫേസ് മസാജ് ചെയ്യാൻ നല്ലൊരു ഫേസ് മസാജറാണ്. ഓക്കെ, അപ്പോൾ ഇത് 3 ഇതിൽ വന്നത്. ഇത് 3 ഒരുമിച്ചൊരു കോംബോ കണ്ട് വാങ്ങിയതാണ്. വർത്താണ് കേട്ടോ. റേറ്റ് ഞാൻ പറയാം. ചിലതൊക്കെ പൊട്ടിക്കാൻ ഭയങ്കര പാടാ. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത് കേട്ടോ. കാണിച്ചു പൊട്ടിക്കട്ടെ. ഞാൻ കുറച്ച് പൊട്ടിച്ചപ്പോൾ കണ്ടു, വരുന്നില്ലല്ലോ ഇങ്ങോട്ട്. വാസലിൻ്റെ ബോഡി ഓയിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്ലമ്മിൻ്റെ ഒരു ബോഡി ഓയിലാണ്. ഞാൻ വാസലിൻ്റെ ആണ് ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബോഡി ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു, കുറേ പേര് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി. വാസലിൻ്റെ അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സും നല്ല യൂസാണ്. അപ്പോൾ വാങ്ങിയതാണ്. ഞാനിത് ട്രൈ ചെയ്തിട്ട് പറയാം. എനിക്കറിയില്ല ഇതിനെപ്പറ്റി, എനിക്ക് പേഴ്സണലി ഒന്നും അറിയില്ല. കുറേ പേര് ചെയ്യുന്ന വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഒരു 2 ബോക്സും കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഇതാണ്. ഇതെന്തായിരിക്കും? പെട്ടിക്കകത്ത് അടുത്തൊരു പെട്ടി.
മനസ്സിലാവുന്നത്. ഞാൻ എന്തോ ഓർഡർ ചെയ്തെന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഞാനൊരു കോമ്പാക്ട് പൗഡർ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട്. അതായത് ഈ ഒരു കവറിൽ, അതിൻ്റെ അകത്ത് വേറൊരു ബോക്സിൽ, പിന്നെ ഇങ്ങനത്തെ ഒരു പേപ്പറിൽ ഇങ്ങനത്തെ ഒരു കുട്ടി ബോക്സ്. ക്യൂട്ടായിട്ടുണ്ടല്ലേ? ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം. ഇതിപ്പോൾ പൊട്ടിയേനെ, ക്യൂട്ടായേനെ. ഓക്കെ, ഞാനൊരു കോമ്പാക്ട് പൗഡറാണ് വാങ്ങിയത്. ഓക്കെ, ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ലായിരിക്കില്ലേ? ഓക്കെ, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാ. ഒരു ഇതുണ്ട്, കണ്ണാടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം, ജസ്റ്റ് കയറി നോക്കിയാൽ മതി. ഞാൻ ഫേസ് സ്കാനറുടെ തന്നെ ആണ് കേട്ടോ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു വേറൊരു ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തത് ഇപ്രാവശ്യം. നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ബോക്സിൽ അതായിരുന്നു. ഇനി ഒരു ബോക്സും കൂടെ ഉണ്ട്, നമുക്കതും കൂടെ അൺബോക്സ് ചെയ്യാം. ഇതെന്താണെന്ന് എനിക്കറിയാം. ഇത് ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്ന് വാങ്ങിയൊരു പ്രൊഡക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറേ പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അതായത് ഇതിനെന്താണ് യൂസ്, അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ റിസർച്ച് ചെയ്തു. പക്ഷേ എനിക്ക് എല്ലാത്തിനും സ്റ്റിൽ ഒരു ഉത്തരമാണ് കിട്ടിയത്. അതായത് ഒരുപാട് ഡ്രൈ സ്കിന്നായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്രൊഡക്റ്റ് നൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ രാവിലെ എണ്ണിക്കുമ്പോഴേക്കും നമ്മുടെ ഫേസ് നല്ല രീതിക്ക് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് വാങ്ങാൻ കാരണം. കാണിച്ചു തരാം. കുറേ നാളുകൾക്ക് ശേഷം ഇതിങ്ങനെ കയ്യിൽ കിട്ടിയപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം. ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ എന്താ സംഭവം. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ബാക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫ്രണ്ട് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായത് ഏതാണ്. സോ ഇതാണ് സംഭവം. കോഴ്സ് നെയിൽ മ്യൂസിൻ. ഒരു മോയ്സ്ചറൈസർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജെൽ ടൈപ്പാണ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടോ, അതുകൊണ്ട് എനിക്കറിയില്ല. നമ്മളുടെ സ്കിന്നൊക്കെ കുറച്ചും കൂടെ ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും അതുപോലെ ഭയങ്കര മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. ഞാൻ കുറേ പേരുടെ അങ്ങനെ റിവ്യൂവും കാര്യങ്ങളും കണ്ടു. ഫൈനലി ഞാനിത് വാങ്ങി. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വാങ്ങിയത് കേട്ടോ. ഞാൻ വാങ്ങാൻ കുറേ ലേറ്റ് ആയതിൻ്റെ റീസൺ മെയിനായിട്ടും ഇതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ കുറേ റിവ്യൂ നോക്കിയപ്പോൾ ഓക്കെ, എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഓക്കെ ആണെന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് റേറ്റും കൂടെ കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത് വാങ്ങാൻ കുറേ ലേറ്റ് ആയപ്പോൾ. സോ അങ്ങനെ ഫൈനലി ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ എല്ലാ പെട്ടിയും പൊട്ടിച്ചു. അയ്യോ, പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരു സങ്കടം പോലെ, തീർന്നല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാം പൊട്ടിച്ചു. കണ്ടു വിയർക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് എൻ്റെ ഒരു എപ്പിസോഡിൽ, ഈ ഒരു വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്ത പ്രൊഡക്ട്സ്. കൂടുതലും നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും, കൂടുതലും ബോഡി കെയർ, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ, യൂസ് ചെയ്യാത്തവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.